അതായത് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ അതിൽ ഒരു മൂന്നാം കക്ഷി ഇടപെട്ടു എന്ന തരത്തിൽ വിവാദം വന്നപ്പോൾ ആഭ്യന്തര മന്ത്രാലയം തന്നെ അതിൽ വിശദീകരണം നൽകിയിരുന്നു. ഇത് DGMO തലത്തിൽ നടത്തിയ ചർച്ചയുടെ ഫലമായിട്ട് പാകിസ്ഥാൻ അഭ്യർത്ഥന നടത്തിയിട്ടാണ് വെടിനിർത്തൽ നിലവിൽ വന്നതാണ്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴും അത് സമ്മതിക്കുന്നില്ല. അയാൾ ഇങ്ങനെ നിരന്തരം അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചർച്ച നടത്തി, വ്യാപാര ഉടമ്പടി കരാർ എന്ന ആ ഒരു സംഗതി എടുത്തിട്ടപ്പോഴാണ് രണ്ട് രാജ്യങ്ങളും വഴങ്ങിയത് എന്ന തരത്തിൽ അങ്ങേര് ഇങ്ങനെ നിരന്തരം പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ട്രംപ് ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ പ്രസ്താവന നടത്തുന്നതിന് പിന്നിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. കാരണം വെറുതെ ഇത്രയും ഒരു അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരാൾ, ഞാൻ നേരത്തെ മുതൽ പറയുന്നൊരു കാര്യം, ഈ കാശ്മീരിലെ തീവ്രവാദ ആക്രമണത്തിന്റെ പിന്നിൽ അമേരിക്കയാണെന്നുള്ള ഒരു അഭിപ്രായം സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കാശ്മീർ തീവ്രവാദികളെ എല്ലാ രാജ്യത്തും, ഇപ്പൊ പാകിസ്ഥാനിലെ തീവ്രവാദികൾ ഉണ്ടാക്കുന്നതും, പാകിസ്ഥാന്റെ ഒരു മുൻ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ഒരാൾ, പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം ന്യൂസ് ചാനലുകൾക്ക് കൊടുത്തൊരു കാര്യമുണ്ട്. അമേരിക്കയുടെ വാക്കേട്ട് പാകിസ്ഥാൻ ഒരുപാട് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പല ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളിലും തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ അമേരിക്കയുടെ താല്പര്യത്തിന് വിധേയമായിട്ട് പാകിസ്ഥാൻ ചെയ്തു. പാകിസ്ഥാൻ എല്ലാ കാലത്തും അമേരിക്കയോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. പക്ഷെ ഇപ്പോൾ ചെറിയ രീതിയിൽ സോവിയറ്റ് യൂണിയനോട് ചെറിയൊരു ചായ്വ് പാകിസ്ഥാന് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ റഷ്യയായിട്ട് അപ്പൊ അതും നമ്മൾ കാണേണ്ട കാര്യമുണ്ട്. പിന്നെ ഇതേ സമയത്ത് പാകിസ്ഥാന് IMF-ൽ നിന്ന് വലിയ രീതിയിൽ പൈസ അനുവദിച്ചു. പാകിസ്ഥാന് IMF-ൽ നിന്ന് പൈസ ലോൺ കൊടുക്കുക, ഇത്ര വലിയ ഒരു ലോൺ അനുവദിക്കുക, അതും ഈ യുദ്ധ പ്രഖ്യാപനത്തിന്റെ ഇടയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാതായിട്ട് ചെയ്യൂല. പിന്നെ വ്യാപാര ഉടമ്പടി എന്ന് പറയുന്നത് ഇന്ത്യക്കോ പാകിസ്ഥാനോ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമല്ല. ഈ വ്യാപാര ഉടമ്പടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് തന്നെയാണ് ഗുണമായിട്ടുള്ളത്. അമേരിക്കയുടെ അപ്പീൽ കോടതിയിൽ അമേരിക്കൻ കോടതി ട്രംപിന്റെ തീരുമാനം, അതായത് വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന തീരുവകൾക്ക് വലിയ രീതിയിലുള്ള ടാക്സ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചതിനെതിരെയും കൊടുത്ത കേസിൽ ട്രംപിന്റെ തീരുമാനത്തിനെ ആ കോടതി റദ്ദ് ചെയ്തു. അത് മാത്രമല്ല, ട്രംപിന്റെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ വലങ്കയായിരുന്ന ഇലോൺ മസ്ക് എന്ന് പറയുന്ന ആള്, എല്ലാ ഫണ്ടും ട്രംപിന് വേണ്ടി ചെലവഴിച്ച കോർപ്പറേറ്റ് ആയിരുന്നതാണ്. ഇയാളുടെ കൂടെ ഇനി ഒരു തരത്തിലും നിൽക്കാൻ കഴിയില്ല. ഈ തീരുമാനം അടക്കം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഏകപക്ഷീയം എടുക്കുന്ന മുഴുവൻ തീരുമാനവും അമേരിക്കയ്ക്കും അമേരിക്കൻ ജനതയ്ക്കും എതിരാണെന്നും അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി തകർന്നു പോകുന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് അയാൾ രാജിവെച്ചു പോകുന്നത്. അമേരിക്ക വലിയ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് രണ്ട് കാര്യങ്ങളാണ് ട്രംപ് ചെയ്യണത്. ഒന്ന്, വിവിധ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് വരുന്ന എല്ലാ സാധനങ്ങൾക്കും തീരുവ കൂട്ടുകയും ആ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ സാധനങ്ങളും മറ്റു രാജ്യങ്ങൾക്ക്, ഇന്ത്യ അടക്കമുള്ള മുഴുവൻ രാജ്യങ്ങളിലേക്കും ഫ്രീ ആയിട്ട് ഇറക്കുമതി തീരുവ ഇല്ലാതെ ഇവിടെ കൊണ്ടുവരാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യാം. ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റുകളിലൊന്നാണ്. സ്വാഭാവികമായും അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ, കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങൾ, അതുപോലെ IT അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ ഒരു തരത്തിലുള്ള തീരുവയും ഇല്ലാതെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഒരു കരാറിലാണ് യഥാർത്ഥത്തിൽ ഒപ്പിടാനായിട്ട് തീരുമാനിച്ചത്. ഞാൻ അതിൽ പറയുന്ന ഒരു കാര്യം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് ഈ ഓപ്പറേഷനെ സംബന്ധിച്ച് നേരത്തെ അറിയാമായിരുന്നു എന്നാണ്. അതായത് കാശ്മീരിലെ തീവ്രവാദ ആക്രമണത്തെക്കുറിച്ച് അതൊരു പഹൽഗാമിലെ അതായത് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. കാരണം ഈ കാശ്മീർ തീവ്രവാദികൾ ഇപ്പോഴും എവിടെ നിന്ന് വന്നു, പാകിസ്ഥാനാണ് ഇവരെ ചെലവും കൊടുക്കുന്നതെന്ന് നമ്മളൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് ഇത്രയും സൈനിക വ്യൂഹമുള്ളപ്പോൾ, ഇത്രയധികം ആഭ്യന്തരമായിട്ടുള്ള അവിടെ 50,000 ഈ ആഭ്യന്തര പോലീസിന്റെ വിവിധ സെക്ഷൻസ് അവിടെയുണ്ട്. പിന്നെ ആഭ്യന്തര വകുപ്പിന്, കേന്ദ്ര ആഭ്യന്തര വകുപ്പിനാണ് യഥാർത്ഥത്തിൽ കാശ്മീരിന്റെ ക്രമസമാധാന ചുമതല. കാരണം ഈ ഭീകരവാദികളുടെയും പാകിസ്ഥാന്റെയും ഒക്കെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട്, തീവ്രവാദികളുടെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നേരിട്ട് കേന്ദ്രമാണ് അത് ചെയ്യുന്നത്. ഇന്റലിജൻസ് കേന്ദ്രത്തിന് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തു പല പത്രങ്ങളും പിറ്റേ ദിവസം മുതൽ, മാത്രമല്ല നാഷണൽ ലെവലിൽ വലിയ ചർച്ചയുമാണ്. എന്നിട്ടും അതിനോട് ജാഗ്രത പുലർത്തിയില്ല എന്ന് പറയുന്ന ഒരു വിമർശനം നിലനിൽക്കുന്നുണ്ട്. ഈ സമയത്താണ് ഒരു യുദ്ധം ഉണ്ടാവുന്നു. ആ യുദ്ധത്തിൽ അതും ജയശങ്കർ, നമ്മുടെ വിദേശകാര്യ മന്ത്രി ഒരു യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് പറയുകയാണ്, പാകിസ്ഥാന്റെ
പ്രധാനമന്ത്രിക്കും പാകിസ്ഥാൻ്റെ സൈനിക തലവനും ഞങ്ങൾ ഈ അറ്റാക്ക് ചെയ്യുന്നത് ഒരിക്കലും പാകിസ്ഥാനിലേക്കല്ല, പാകിസ്ഥാനിലെ ഭീകരവാദികളുള്ള സ്ഥലത്തേക്കാണ് എന്ന് അവർക്ക് സന്ദേശം അത് കൊടുത്തിരുന്നു. ഈ പഹൽഗാം അറ്റാക്ക് നടന്നപ്പോൾ തന്നെ വാർത്തകൾ വന്നിരുന്നു, പാകിസ്ഥാനിലേക്ക് ഇന്ത്യ നിയന്ത്രിത ആക്രമണം നടത്തിയേക്കുന്ന തരത്തിൽ മാധ്യമങ്ങൾ അല്ല, അതല്ല, താൻ സ്വയം കൊടുത്തു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുക. അതായത് അവര് പറയുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ സാധാരണക്കാരെ ആക്രമിക്കാതെ ഭീകരരെ ആക്രമിക്കും എന്ന നിലയിൽ ഞങ്ങൾ നേരത്തെ ഒരു ഇതിനു മുമ്പ് ഇന്ത്യ ചെയ്തിട്ടുണ്ടല്ലോ, സർജിക്കൽ സ്ട്രൈക്ക് അടക്കം ചെയ്തിട്ടുള്ളതാണല്ലോ. അല്ല, അത് ചെയ്തിട്ടുണ്ട്, അത് ആവർത്തിക്കുമെന്നല്ല ചെയ്തു എന്ന് പറയുന്ന ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു കാര്യം. അത് മുൻ അനുഭവം പാകിസ്ഥാനുണ്ട്, അതൊന്ന് ഓർമ്മിപ്പിക്കുകയല്ലേ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതല്ല, അതില് നമ്മുടെ രാജ്യത്തെ നാഷണൽ സെക്യൂരിറ്റീസ് ആക്ട് പ്രകാരം, മിലിറ്ററി ആക്ട് പ്രകാരവും ഈ രാജ്യത്തെ മിലിറ്ററി ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ജനങ്ങളോട് ലോകത്തിനോട് പറയാനായിട്ടുള്ള ഒരേ ഒരു അധികാരി എന്ന് പറയുന്നത് മിലിറ്ററിയുടെ ടോപ്പാണ്. മിലിറ്ററി ടോപ്പായിട്ടുള്ള 3 സംവിധാനത്തിന്, സൈന്യത്തിൻ്റെ സംവിധാനത്തിലെ ടോപ്പിന് മാത്രമാണ് ഈ ആക്ഷനെ കുറിച്ച് പറയാനായിട്ടുള്ള നിയമപരമായിട്ടുള്ള ആ റൈറ്റ് ഉള്ളൂ. അത് വേറൊരാൾക്കും ഇല്ല. ഈവൻ അത് പ്രധാനമന്ത്രി ആയാലും പ്രസിഡന്റിന് അതില്ല. അല്ല, സർക്കാർ സൈന്യത്തിന് സമ്പൂർണ്ണ അധികാരം കൊടുത്തിരുന്നല്ലോ, വേണ്ട തിരിച്ചറിവ്. അത് പക്ഷെ ഇത് പുറത്തു പറഞ്ഞു എന്ന് പറഞ്ഞാണ് അദ്ദേഹം പറയണത്. ഇതൊക്കെയാണെങ്കിലും അമേരിക്ക അതിൽ ഇടപെട്ടു എന്ന് ഫസ്റ്റ് ഡേ മുതൽ ട്രംപ് പറയണ്ട. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവരോട് രണ്ടുപേരോട് സംസാരിച്ചാണ് ഞാനൊരു തീരുമാനത്തിലേക്ക് വെടിനിർത്തുന്നതിന് വേണ്ടി എത്തിയത്. അല്ലെങ്കിൽ അവർ വലിയ രീതിയിലുള്ള യുദ്ധത്തിലേക്ക് പോകുമായിരുന്നതിന് കൺട്രോൾ ചെയ്യാനായിട്ട് ചെയ്യേണ്ടി വന്നു. അതൊക്കെ നമ്മള് ഒരാളുടെ പ്രസ്താവന നോക്കുമ്പോൾ അയാളുടെ ക്രെഡിബിലിറ്റിയും കൂടി നോക്കണ്ടേ. ഈ ക്രെഡിബിലിറ്റി ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂ. അല്ല, അമേരിക്കൻ പ്രസിഡന്റിന് ക്രെഡിബിലിറ്റി ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ട്രംപിനുണ്ടോ? ട്രംപ് വിടുവായത്തം പറയുന്ന ആളാണ്. വിടുവായത്തം പറയുന്നു എന്ന് പറഞ്ഞാല് ഇപ്പൊ അമേരിക്കയിൽ ട്രംപ് എടുക്കുന്ന മുഴുവൻ തീരുമാനങ്ങൾ അമേരിക്കൻ ജനത ഇപ്പൊ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എങ്കിലും ട്രംപിന്റെ ഭരണം നിശ്ചയിക്കുന്നത് കോർപ്പറേറ്റുകളാണല്ലോ. ആ കോർപ്പറേറ്റുകളുടെ ഒരു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ട്രംപ് ഇതെല്ലാം ചെയ്യുന്നത്. അല്ലാണ്ട് ട്രംപിന് സ്വന്തമായിട്ടുള്ള ഒരു താല്പര്യത്തിന് വേണ്ടിയല്ല. അപ്പൊ ട്രംപിന് ഒരു താല്പര്യവും ഇന്ത്യയുമായി ബന്ധപ്പെട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ വ്യാപാര ഉടമ്പടി ഉണ്ടാവുക എന്നുള്ളത്. ഈ യുദ്ധത്തിനിടയിൽ ഈ വ്യാപാര ഉടമ്പടി ഉണ്ടാക്കുക എന്നുള്ള കൃത്യമായ നിർദ്ദിഷ്ടമായിട്ടുള്ള ഒരു ലക്ഷ്യം ട്രംപിനുണ്ടായിരുന്നു. പക്ഷെ ഒരു യുദ്ധത്തിന്റെ ഒരു ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ആയുധ കച്ചവടക്കാരാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഇത് ട്രംപ് ആസൂത്രണം ചെയ്താണെങ്കിൽ അമേരിക്കയായിട്ട് ഉടനെ തന്നെ വലിയൊരു ആയുധ കരാർ ഉണ്ടാകും, തീരുമാനിച്ചിട്ടുണ്ടല്ലോ. ആയുധ കരാറും തീരുമാനിച്ചിട്ടുണ്ട്. ഈ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ, കമ്മോഡിറ്റീസ് ഇറക്കുമതി ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ലോകത്താകെ ഈ വിഷയം ഉണ്ടായപ്പോൾ 2-3 സ്റ്റോക്ക് മാർക്കറ്റുകളിലും ആയുധമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കമ്പനികളുടെയും സ്റ്റോക്ക് മാർക്കറ്റിന്റെ വാല്യൂ വലിയ രീതിയിൽ വന്നു. അവർക്ക് ലക്ഷക്കണക്കിന് കോടി ഡോളറൊക്കെയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് ഈ ഫണ്ട് വരുന്നത് നമ്മൾ ഫണ്ട് കൊടുത്തുകൊണ്ട് മാത്രമല്ല, ഈ സ്റ്റോക്ക് മാർക്കറ്റാണ് ഇന്ന് ലോകത്തിലെ എല്ലാ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സംവിധാനം. സോ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ട്രംപിന് ഒരു ഉദ്ദേശവും ഇല്ലാതെ ഈ വക കാര്യങ്ങൾ പറയില്ല. പിന്നെ നമ്മൾക്ക് എൻ്റെ ഒരു സംശയം നിലനിൽക്കുന്നത്, പഴയ പോലെ സോവിയറ്റ് യൂണിയനോടോ റഷ്യനോടോ ചൈനയോടോ അല്ല ഇന്ത്യയുടെ താല്പര്യം. ഇന്ത്യക്ക് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്താണെങ്കിലും രാജീവ് ഗാന്ധിയുടെ കാലത്താണെങ്കിലും ഇന്ദിരാഗാന്ധിയുടെ കാലത്തും ഉണ്ടായിരുന്ന താല്പര്യത്തിന് വ്യത്യസ്തമായിട്ട് അമേരിക്കയോട് മോഡി സർക്കാരിന് കൃത്യമായിട്ടുള്ള ഒരു ചായ്വുണ്ട്. ആ ചായ്വ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ട്രംപ് പറയുന്ന കാര്യങ്ങൾ കുറേ കൂടി വിശ്വസിക്കുന്നത്. കാരണം അവർ തമ്മിലൊരു ഡേ ടു ഡേ എന്നുള്ള രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. ട്രംപിനെ പോയി കാണുന്നു, ട്രംപുമായി സംസാരിക്കുന്നു, അതുപോലെ ട്രംപ് ഇങ്ങോട്ടേക്കുള്ള സന്ദേശങ്ങൾ അയക്കുന്നു. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ പിന്നെ ട്രംപ് പറയുന്നത് നിരാകരിക്കാൻ പറ്റണമെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ കാര്യമുണ്ട് അല്ലേ? അതെ.